ഉടമ്പടിയൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത്. ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ്, ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞിന് ചാൻസ് ഉണ്ട്. ഹിന്ദു ഡോക്ടറായിരുന്നു, പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി ഇത് എന്താണെന്നുള്ളത്. 54 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 35 വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൽ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത്. ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു, ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഡെയ്സി ബിനോയ്, ഇത് ഭർത്താവ് ബിനോയ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. മോൻ ഒരു 21 വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടു. അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു. നിൽക്കാനിരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കും, മുട്ടുകുത്തിയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും, രാത്രി 1:30 വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഇനി ഒരടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഞങ്ങൾ 54 വയസ്സായി. അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരികയാണ് ചെയ്തത്. വന്നിട്ട് ഉടമ്പടി വെച്ചു. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം 6 നിയോഗങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകന് പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടിയൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത്. ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ്, ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞിന് ചാൻസ് ഉണ്ട്. 54 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 35 വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത്, എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ച വസ്തുക്കളും എല്ലാം ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടാകുന്നു. ഞാൻ വയറ്റിൽ അത് തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലർത്തി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് റിസ്ക്കാണ്, ഇത്രയും വയസ്സുള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ മാതാവ് തന്നാൽ അതപ്പോൾ മാതാവ് ഏറ്റെടുത്തോളൂ, ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു. അതിനു മുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരു 2 വർഷത്തോളം അങ്ങനെ കടന്നുപോയി. അങ്ങനെ 7 മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി. പൂർണ്ണ വളർച്ചയെത്തിയ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്. കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ. അതാണ് ഇപ്പോൾ 2 വയസ്സാകാറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആകെ പ്രശ്നത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അത് വിറ്റ് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ച് അച്ഛനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കണ്ടു, ഈ സ്ഥലം വിറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു. പിന്നെ എല്ലാം കൊണ്ടും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്വസ്ഥം. ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു. അന്നേരമാണ് മോൻ മരിച്ചത്. അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയാണ്, പഞ്ചായത്ത് വകുപ്പിലായിരുന്നു. അവൾ പ്രൊമോഷൻ കിട്ടിയ പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത്. അതിനുശേഷം ശരിക്കും 2 വർഷം ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത്. അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു, പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി ഇത് എന്താണെന്നുള്ളത്. ഇത് ഗർഭിണിയായി കഴിഞ്ഞ് അവൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ പറയാണ്, 7.5 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരു 50% പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി, നമുക്കങ്ങനെ ഒരു ചാൻസ്, ഇത് ഒരു ഏജ് വലിയൊരു ഘടകമാണ്. പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു, ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ. ഞാനതിന് ശേഷം എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി. അവളതിന് ശേഷം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയും ചെയ്ത് ഞങ്ങൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്ത്. അത് പറയാൻ പറ്റും. അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പലരോടും പറഞ്ഞു, ഞങ്ങളുടെ ഇറവ് തന്നെ ഒരു
ബ്രദർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു, ഒരു ക്യാൻസർ, അതിൻ്റെ വൈഫിൻ്റെ ക്യാൻസർ ഭേദമായ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോയി ഇത് സാക്ഷ്യം പറയണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാകണം. കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളൊരു തെളിവാണിത്. അപ്പം മാതാവിന് 100 നന്ദി പറയണു. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ വിശ്വാസം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് ഇവിടെ ഓടുമ്പെടുക്കാനൊക്കെ ആയിട്ട് വന്നത്. എനിക്ക് വളരെ വിശ്വാസം കുറവായിരുന്നു നടക്കുന്നൊരു. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 100% എനിക്ക് വിശ്വാസമായി. ദൈവത്തിൽ നമുക്ക് ഇത് അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് ശേഷം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഈ കുഞ്ഞ്. അപ്പോൾ അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് വരികയാണ്. നമ്മളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.